ഹായ് ഓൾ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന ടെൻസാണ്. നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് എന്നുള്ളതിൻ്റെ അതിൻ്റെ സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളത് സബ്ജക്ട് പ്ലസ് വെർബ് വൺ ഫോമാണ്. സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. നമുക്കറിയാം ഒരു വെർബിന് 3 ഫോമുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്: ഗോ, വെന്റ്, ഗോൺ. അപ്പൊ സബ്ജക്ട് പ്ലസ് V1. അപ്പൊ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? സബ്ജക്ട് 2 കാറ്റഗറി ഉണ്ട്: സിംഗുലർ ആൻഡ് പ്ലൂരൽ. അപ്പോൾ ഐ, യു, ദേ, വി ഇവ നമുക്ക് സിമ്പിൾ പ്രസന്റിൽ ഒരു കാറ്റഗറിയാണ്. ഐ സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ഹി, ഷീ, ദാറ്റ്, ദിസ് ഇതൊക്കെ സിംഗുലർ കാറ്റഗറിയിൽ വരുന്നു. അപ്പോൾ സബ്ജക്ട് പ്ലസ് V1 വരുമ്പോൾ നമുക്ക് മീനിങ് കിട്ടുന്നത് ചെയ്യാറുണ്ട്, ഒരു പ്രവർത്തനം ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ ആശയം വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഗോ ദെയർ മീൻസ് ഞാൻ അവിടെ പോകാറുണ്ട്. ഐ സ്റ്റഡി അറ്റ് നൈറ്റ് ഞാൻ രാത്രിയിൽ പഠിക്കാറുണ്ട്. ഐ സീ ഹിം എവറി ഡേ ഞാൻ അവൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ദേ പ്ലേ ഇൻ ദിസ് ഗ്രൗണ്ട് അവർ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ് ശീലങ്ങൾ പറയാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിന്റെ യൂസുകളിൽ ഒരു യൂസാണ് എന്ത്? ശീലങ്ങളെ പറയാൻ, ഹാബിച്വൽ ആക്ഷൻസിനെ പറയാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ദി ഓഫീസ് ഞാൻ ഓഫീസിൽ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഡു ആണ് ഓക്സിലറി ആയിട്ട് വരാം. അപ്പോൾ ഡു ഫസ്റ്റ് വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നാകും. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ദി ഓഫീസ് നീ ഓഫീസിൽ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അപ്പോൾ ഡു ഒരു പ്രവർത്തനത്തിന്റെ കൂടെ വരുമ്പോൾ ചെയ്യാറുണ്ടോ, ഫസ്റ്റ് വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നാവും. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ദി ഓഫീസ്? യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് ദി ഓഫീസ്. അതെ, ഞാൻ ഓഫീസിൽ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ദെൻ ഡു ദേ പ്ലേ ഇൻ ദിസ് ഗ്രൗണ്ട് അവർ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടോ? യെസ്, ദേ പ്ലേ ഇൻ ദിസ് ഗ്രൗണ്ട്. അതെ, അവർ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. ഇനി കളിക്കാറില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ ഡു എന്ന ഓക്സിലറിന്റെ മീനിങ് ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട് എന്നാണ്. അപ്പോൾ ദേ പ്ലേ അവർ കളിക്കാറുണ്ട്. അവിടെ ഡു സൈലന്റ് ആണ്. ശരിക്കും ദേ ഡു പ്ലേ അവർ കളിക്കുക തന്നെ ചെയ്യാറുണ്ട് എന്നാവും ആശയം വരാം. ഓക്കെ, അപ്പൊ ദേ പ്ലേ അവർ കളിക്കാറുണ്ട്. ഡു ഫസ്റ്റ് വരുമ്പോൾ ഡു ദേ പ്ലേ അവർ കളിക്കാറുണ്ടോ? ഇപ്പൊ ഡു നോട്ട് എന്ന് പറയുമ്പോൾ ചെയ്യാറില്ല എന്നാവും മീനിങ് വരാം. ദേ ഡു നോട്ട് പ്ലേ ഇൻ ദിസ് ഗ്രൗണ്ട് അവർ ഈ ഗ്രൗണ്ടിൽ കളിക്കാറില്ല. അപ്പൊ ഡു ഫസ്റ്റ് വരുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ടോ, ചെയ്യാറുണ്ട്, ഒരു പ്രവർത്തനം ചെയ്യുന്ന ശീലമുണ്ടോ എന്നാണ് വരാം. അപ്പോൾ ഡു യു ഡ്രിങ്ക് ടീ നീ ചായ കുടിക്കാറുണ്ടോ? ഡു യു വാച്ച് TV പ്രോഗ്രാംസ് നീ TV പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യാറുണ്ടോ, കാണാറുണ്ടോ? ആൻഡ് ഡു യു ഹെൽപ്പ് ദം നീ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, സഹായിക്കാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഡു നോട്ട് എന്തായിരിക്കും? ചെയ്യാറില്ല എന്നാവും. ഫോർ എക്സാമ്പിൾ, ഐ ഡു നോട്ട് സീ ഹിം എവറി ഡേ ഞാൻ അവനെ എല്ലാ ദിവസവും കാണാറില്ല. ഐ ഡു നോട്ട് വെയിറ്റ് ഫോർ ദം ഞാൻ അവരെ വെയിറ്റ് ചെയ്യാറില്ല. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കാറില്ല. ദെൻ വി ഡു നോട്ട് ഗോ ബൈ ബസ് ടു ദി ഓഫീസ് ഞങ്ങൾ ഓഫീസിലേക്ക് ബസ്സിൽ പോകാറില്ല. അപ്പോൾ ഡു നോട്ട് ഒക്കെ എന്താണ്? ചെയ്യാറില്ല. അപ്പോൾ ഐ, യു, ദേ, വി ഇവയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഡു ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാം. ഡു ഫസ്റ്റ് വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നും ഡു നോട്ട് വരുമ്പോൾ ചെയ്യാറില്ല എന്നാണ് ആശയം വരിക. പിന്നെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് ആദ്യം WH യൂസ് ചെയ്യുക, ദെൻ ഓക്സിലറി സബ്ജക്ട് അങ്ങനെയാണ് വരിക. ഫോർ എക്സാമ്പിൾ, വെൻ ഡു യു ഗെറ്റ് അപ്പ് നീ എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്? സോ വെൻ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്? വെൻ ഡു ദേ സ്റ്റഡി അവർ എപ്പോഴാണ് പഠിക്കാറുള്ളത്? അപ്പോൾ ഡു ഒക്കെ മീനിങ്, ഡുവിൻ്റെ ഓക്സിലറി മീനിങ് എന്നുള്ളത് ചെയ്യാറുണ്ട് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വെൻ ഡു ദേ സ്റ്റഡി അവർ എപ്പോഴാണ് പഠിക്കാറുള്ളത്? ഹൗ ഡു യു ഗോ ടു ദി ഓഫീസ് നീ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോകാറുള്ളത്? ഓക്കെ, അപ്പോൾ ഡു എന്ന ഓക്സിലറിന്റെ മീനിങ് ഡു ഒരു പ്രവർത്തനത്തിന്റെ കൂടെ വരുമ്പോൾ അക്കാര്യം ചെയ്യാറുണ്ട് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഡു ഫസ്റ്റ് വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നാവും. അപ്പോൾ ഡു യു see them നീ അവരെ കാണാറുണ്ടോ? ഡു യു ഹെൽപ്പ് ദം ഡു യു ഹെൽപ്പ് യുവർ മദർ ഇൻ ദ കിച്ചൺ നീ നിന്റെ അമ്മയെ കിച്ചണിൽ സഹായിക്കാറുണ്ടോ? WHലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ വെൻ ഡു യു ഗോ നീ എപ്പോഴാണ് പോകാറുള്ളത്? ഹൗ ഡു യു ഗോ നീ എങ്ങനെയാണ് പോകാറുള്ളത്? ആൻഡ് വേർ ഡു യു സ്റ്റഡി നീ എവിടെ പഠിക്കുന്നു? അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ന്യൂട്രൽ പ്രസന്റിന്റെ സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ന്യൂട്രൽ പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി അത് പ്രസന്റ് ആണ്, പക്ഷെ പറയുന്ന മൊമെന്റിൽ അത് നടന്നുകൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സുഹൃത്തിനെ മാർക്കറ്റിൽ നിന്ന് മീറ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വാട്ട് ഡു യു ഡു നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആ മൊമെന്റിൽ എന്ത് ചെയ്യുന്നു? അവിടെ മാർക്കറ്റിലാണല്ലോ, അവിടെ നിൽക്കുന്ന കാര്യമല്ല ചോദിക്കുന്നത്, പ്രസന്റ്ലി എന്താണ് ചെയ്യുന്നതെന്നാണ്.
അതാണ് ന്യൂട്രൽ പ്രസന്റ്. ആ പറയുന്ന മൊമെന്റിൽ ചെയ്യുന്നില്ലെങ്കിലും ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ വാട്ട് ഡു യു ഡു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഐ സ്റ്റഡി, ഞാൻ പഠിക്കുന്നു. ഐ സ്റ്റഡി അക്കൗണ്ടിങ്, ഓർ ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഓർ ഐ സ്റ്റഡി ഡിഗ്രി, ഞാൻ ഡിഗ്രി പഠിക്കുന്നു. അപ്പോൾ അവിടേക്ക് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ന്യൂട്രൽ പ്രസന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ പ്രസന്റിൽ മനസ്സിലാക്കേണ്ടത് സിംഗുലർ സബ്ജക്ട്സുകൾ വരുമ്പോൾ, സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഹി, ഷീ, ദാറ്റ്, ദിസ്, ഇവയൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ. അപ്പൊ ഇവയിൽ ഏതെങ്കിലും വരുമ്പോൾ നമ്മൾ ഓക്സിലറി ഡസ് ആണ് ഉപയോഗിക്കുക. ആസ് എൻ എക്സാമ്പിൾ, ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 AM, അവൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഹി ഗെറ്റ്സ് അപ്പ് എന്ന് പറയുമ്പോൾ ബേസ് ഫോമിന്റെ കൂടെ ഡസ് ചേരുമ്പോഴാണ് ഈ ഗെറ്റ് അപ്പ് എന്നുള്ളത് ഗെറ്റ്സ് അപ്പ് ആവുന്നത്. ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 AM, അവൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ദെൻ ഹി കംസ് ഹിയർ, അവൻ ഇവിടെ വരാറുണ്ട്. ഹി ഡസ് കം ആണ്, അത് ഒരുമിച്ച് വരുമ്പോൾ ഹി കംസ് എന്നാവും. ഹി കംസ് ഹിയർ, അവൻ ഇവിടെ വരാറുണ്ട്. ആൻഡ് ഷീ ഡാൻസസ് വെൽ, അവൾ നന്നായി ഡാൻസ് ചെയ്യാറുണ്ട്. ആൻഡ് മൈ സിസ്റ്റർ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, എൻ്റെ സിസ്റ്റർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പൊ ചെയ്യാറുണ്ട് എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ആണ് ഓക്സിലറി ആയിട്ട് വരിക. അപ്പൊ നമുക്കറിയാം ചോദ്യത്തിൽ എപ്പോഴെന്തായിരിക്കും ഡസ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, അവൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ ഡ്രൈവ്, അവൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ആൻഡ് ഡസ് ഷീ സ്റ്റഡി അറ്റ് നൈറ്റ്, അവൾ രാത്രി പഠിക്കാറുണ്ടോ? അപ്പോൾ ഡൂം ഡസും ഒരേ യൂസ് തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ കൂടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, രണ്ടും നമുക്ക് ശീലങ്ങളെ പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡസ് ഷീ സ്റ്റഡി അറ്റ് നൈറ്റ്, അവൾ രാത്രി പഠിക്കാറുണ്ടോ, വിച്ച് മീൻസ് അവൾക്ക് അങ്ങനെ പഠിക്കുന്ന ശീലമുണ്ടോ എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ആൻഡ് ഡസ് ഹി കം ഹിയർ ഓൺ ഹോളിഡേയ്സ്, അവനിവിടെ ഹോളിഡേയ്സിൽ വരാറുണ്ടോ? ദെൻ ഇപ്പോൾ ഡസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നാവും. ഡസിന്റെ നമുക്കറിയാം അപ്പോൾ മീനിങ് ചെയ്യാറില്ല എന്നാവും. ഇപ്പോൾ ഹി ഡസൻ ഗെറ്റ് അപ്പ് ബിഫോർ 6 AM, അവൻ 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കാറില്ല. ആൻഡ് ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ആൻഡ് ഷീ ഡസൻ ഡാൻസ് ഓർ ഷീ ഡസൻ സിങ്, അവൾ പാടാറില്ല. അപ്പോൾ ചെയ്യാറില്ല എന്ന് പറയാനും അപ്പോൾ എന്താണ് ഡസ് ഉപയോഗിക്കുക, ഡസിന് കൂടെ നോട്ട് ഉപയോഗിക്കുന്ന ഡസൻറ്റ് എന്നാണ് അവിടെ ആശയം വരുന്നത്. അപ്പോൾ WH പിന്നെ അതിൽ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഡസൻറ്റ് ഷീ സിങ്, അവൾ പാടാറില്ലേ? ഡസൻറ്റ് ഷീ ഡ്രൈവ്, അവൾ ഡ്രൈവ് ചെയ്യാറില്ലേ? ആൻഡ് ഡസൻറ്റ് യുവർ ബ്രദർ കോൾ യു, എൻ്റെ ബ്രദർ നിന്നെ വിളിക്കാറില്ലേ? അപ്പോൾ ഡസൻ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ ഡസ്സാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. ഇതിന് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ടോ, ചെയ്യാറില്ല എന്നൊക്കെ പറയാൻ അവിടെ ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അപ്പോൾ WH ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴും ഡസ് വരും. ഞാൻ പറഞ്ഞു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഏത് WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റും WH ഓക്സിലറി സബ്ജക്റ്റ് ആണ്. അപ്പോൾ വെൻ ഡസ് ഹി ഗെറ്റ് അപ്പ്, അവൻ എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്? വെൻ ഡസ് ഹി സ്റ്റഡി, അവൻ എപ്പോഴാണ് പഠിക്കാറുള്ളത്? ദാറ്റ് മീൻസ് എപ്പോഴാണ് അവൻ പഠിക്കുന്ന ശീലം എന്നാണ് ആശയം. വെൻ ഡസ് ഹി സ്റ്റഡി. ആൻഡ് വേർ ഡസ് ഹി വർക്ക്, അവൻ എവിടെ വർക്ക് ചെയ്യുന്നു? ദെൻ ഹൗ ഡസ് ഹി കം, അവൻ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ വരാറുള്ളത്? ഹൗ ഡസ് ഹി കം, ദാറ്റ് മീൻസ് അവൻ എങ്ങനെയാണ് അവന് വരുന്ന ശീലം എന്നാണ് അവിടെ ചോദിച്ചത്. ഹൗ ഡസ് ഹി കം. ദെൻ വാട്ട് ഡസ് ഹി ഈറ്റ് ഫോർ ഡിന്നർ, അവൻ ഡിന്നറിന് എന്താണ് കഴിക്കാറുള്ളത്, കഴിക്കുന്ന ശീലം എന്താണ് അവനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ട സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഫോർ പ്ലൂറൽ സബ്ജക്റ്റ് ഡു എന്നുള്ളതും സിംഗുലർ സബ്ജക്റ്റ് ഡസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മീനിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നൊരാശയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യക്തമായ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അധികവും 80% ശീലങ്ങളെ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നീട് മറ്റ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നാച്ചുറൽ ട്രൂത്തുകൾ പറയാൻ, അല്ലെ, പെർമനന്റ് ട്രൂത്തുകളൊക്കെ പറയാൻ എന്ത് ചെയ്യുന്നു സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞു. ഇപ്പോൾ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലെ, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അല്ലെ, സൺറൈസസ് ആണ് അവിടെ സിംഗുലർ ആയതുകൊണ്ടാണ് റൈസസ് വരുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വരാം ഡസ് സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്, അവിടെ ചോദ്യം അങ്ങനെയാണ് വരാം. ഓക്കെ, ആൻഡ് വേർ ഡസ് ദ സൺ റൈസ്, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് അല്ലെങ്കിൽ ഉദിക്കാറുള്ളത്? ദെൻ പിന്നെ നമുക്ക് നാച്ചുറൽ ട്രൂത്തുകളൊക്കെ പറയുമ്പോൾ വാട്ടർ ബോയിൽസ് ഇൻ 100 ഡിഗ്രി സെൽഷ്യസ്, വാട്ടർ ബോയിൽസ് ആണ് അവിടെയൊക്കെ ഓക്സിലറി ഡസ് ആണ് വരുന്നത്. സിംഗുലർ വാട്ടർ സിംഗുലർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യുന്നു സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ന്യൂട്രൽ പ്രസന്റിലും എന്ത് ചെയ്യുന്നു സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ പ്രസന്റുമായി മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്യുക ഡു ഓർ ഡസ് പ്ലസ് V1. മീനിങ് എന്താണ്? ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. ഈ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കുക. പിന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യൽ എങ്ങനെ കൂടുതൽ പ്രാക്ടീസിലൂടെയാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പോർഷൻ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.